മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഇലാ ഖനാത്തി അൽ ഉസ്താദ്. വെൽക്കം ടു ഉസ്താദ് യൂട്യൂബ് ചാനൽ. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമായ ലുഗത്തി അൽ അറബിയ എന്ന കവിതയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് 3 ട്യൂണുകളിൽ കേട്ടു, നമ്മൾ പാടി. ഇന്ന് നമ്മൾ അതിൻ്റെ അർത്ഥമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഹെഡിങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ലുഗത്തി അൽ അറബിയ. ലുഗത്ത് എന്നാൽ ലാംഗ്വേജ്, ഭാഷ. ലുഗത്തി എൻ്റെ ഭാഷ. കലമുൻ എന്നാൽ പേന എന്നാണ് അല്ലേ അർത്ഥം. അതിൻ്റെ അവസാനം ഒരു യാ ചേർത്താൽ കലമീ എന്നാവും. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പേന. അൽ അറബിയ, അറബി. അപ്പോൾ എൻ്റെ ഭാഷയായ അറബി, മൈ അറബിക് ലാംഗ്വേജ്. ഇതാണ് പാഠത്തിൻ്റെ പേര്, ഹെഡിങ്. ഇനി നമുക്ക് 1ാമത്തെ വരി വായിക്കാം. അതഅല്ലമു ഫീ ഹസൂബി ലുഗത്തിൽ അറബിയ. അതഅല്ലമു ഞാൻ പഠിക്കുന്നു. ഫീ ഹസൂബി എൻ്റെ കമ്പ്യൂട്ടറിൽ. ഫീ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൽ എന്ന് അർത്ഥം കിട്ടാനാണ് ഫീ. ഹസൂബ് എന്നാൽ കമ്പ്യൂട്ടർ. ഹസൂബി എൻ്റെ കമ്പ്യൂട്ടർ. ഐ ആം ലേണിംഗ് ഓൺ മൈ കമ്പ്യൂട്ടർ. അതഅല്ലമു ഐ ആം ലേണിംഗ്. ഫീ നമ്മൾ സാധാരണ ഇൻ എന്നാണ് പറയാറുള്ളത്, ഇവിടെ ഓൺ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. ഫി ഹസൂബി, ഹസൂബ് എന്നാൽ കമ്പ്യൂട്ടർ. ഹസൂബി മൈ കമ്പ്യൂട്ടർ. ലുഗത്തി അൽ അറബിയ, അതിനർത്ഥം നമ്മൾ നേരത്തെ ഹെഡിങ്ങിൽ കണ്ടല്ലോ, മൈ അറബിക് ലാംഗ്വേജ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ കവിതയുടെ പേജിന് ശേഷം അടുത്ത പേജിൽ അതിൻ്റെ ആശയവും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്രമത്തിലല്ല. അതിൽ നിന്ന് നമ്മൾ ഓരോ വരിയുടെയും ആശയം കണ്ടുപിടിക്കണം. ഈ കവിതാ വരിയുടെ ആശയം എന്താണ്? അടുത്ത പേജിൽ നോക്കിയാൽ കാണാം. അസ്തഖ്ദിമു ഹാസൂബി ലിദിറാസത്തിൽ ലുഗത്തിൽ അറബിയ അൽ മഹ്ബൂബ. അസ്തഖ്ദിമു ഞാൻ ഉപയോഗിക്കുന്നു. ഹാസൂബി എൻ്റെ കമ്പ്യൂട്ടർ. ലിദിറാസത്തി പഠിക്കുവാൻ വേണ്ടി. അൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷ. അൽ മഹ്ബൂബ പ്രിയപ്പെട്ട അറബി ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അടുത്ത വരി. ഫീഹി അഹ്ലദ് ദുറൂസി ബി അസാലീബ ദകിയ. ഫീഹി അതിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. അഹ്ല ഏറ്റവും മധുരതരമായ അഥവാ ഏറ്റവും നല്ല. അദ്ദുറൂസ് പാഠങ്ങളുണ്ട്, അതിൽ ഏറ്റവും നല്ല പാഠങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ദ ബെസ്റ്റ് ലെസൺസ്. ഇതിൽ നല്ല പാഠങ്ങളുണ്ട്. അഥവാ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ബി അസാലീബ് ദകിയ. ബി അസാലീബ്, ഉസ്ലൂബിൻ എന്നതിൻ്റെ ആണ് അസാലീബ്, മെത്തേഡുകൾ, ശൈലികൾ. ദകിയ സ്മാർട്ടായിട്ടുള്ള, വിത്ത് സ്മാർട്ട് മെത്തേഡ്സ്. في حاسوبي دروس ذكية رائعة لتعلم اللغة العربية. في حاسوبي എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ദുറൂസുൻ പാഠങ്ങളുണ്ട്. ദകിയ നല്ല സ്മാർട്ടായിട്ടുള്ള പാഠങ്ങളുണ്ട്. റായിയ മനോഹരമായിട്ടുള്ള. ലി തഅല്ലുമി പഠിക്കുവാൻ വേണ്ടി. അൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷ പഠിക്കുവാൻ വേണ്ടി നല്ല മനോഹരമായ സ്മാർട്ടായിട്ടുള്ള പാഠങ്ങളുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ. ശുക്രൻ യാമൻ അഹ്ദാനി അഹ്ല ഹദിയ. ശുക്രൻ താങ്ക് യു, നന്ദി പറയാൻ, താങ്ക് യു. യാമൻ അഹ്ദാനി എനിക്ക് സമ്മാനമായി തന്നവനെ. അഹ്ദ എന്നാൽ സമ്മാനം തന്നു. നീ എന്നാൽ എനിക്ക്. മൻ അഹ്ദാനി എന്നാൽ എനിക്ക് സമ്മാനം തന്നവൻ. അയാളെ വിളിക്കുകയാണ്, എനിക്ക് സമ്മാനം തന്നവനേ.
അഹ്ല ഏറ്റവും മധുരതരമായ അഥവാ ഏറ്റവും നല്ല, ഹദിയ സമ്മാനം, ഏറ്റവും നല്ല സമ്മാനം എനിക്ക് സമ്മാനിച്ചവനെ നിനക്ക് നന്ദി. ശുക്രൻ താങ്ക് യു. യാ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. മൻ അഹ്ദാനി എനിക്ക് സമ്മാനമായി തന്നവനെ. താങ്ക് യു ടു ദ വൺ ഹൂ ഗിഫ്റ്റഡ് മീ എനിക്ക് സമ്മാനം തന്നവന് നന്ദി. എന്ത് സമ്മാനാ തന്നത്? അഹ്ല ഏറ്റവും മധുരതരമായ അഥവാ ഏറ്റവും നല്ല, ഹദിയ സമ്മാനം. ഏറ്റവും നല്ല സമ്മാനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയാണ്. അറബി ഭാഷയെ നമുക്ക് സമ്മാനമായി തന്നവൻ ആരാണ്? അള്ളാഹുവാണ്, ദൈവമാണല്ലേ. അപ്പോൾ അള്ളാഹുവിന് ഞാൻ നന്ദി പറയുന്നു ഇത്രയും മനോഹരമായ അറബി ഭാഷ എനിക്ക് തന്നതിൽ. അഷ്കുറു ഞാൻ നന്ദി പറയുന്നു അല്ലാഹു തആലക്ക് ഞാൻ നന്ദി പറയുന്നു. അല്ലദീ വഹബനി എനിക്ക് തന്ന, അൽ-ലുഗത്തൽ അറബിയ അറബി ഭാഷയെ എനിക്ക് തന്ന, ഹദിയത്തൻ സമ്മാനമായിട്ട്, വഹിയ അത് അറബി ഭാഷ, അഹബ്ബു ഇലയ്യ അഹബ്ബ് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഇലയ്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അറബി ഭാഷയെ സമ്മാനമായിട്ട് എനിക്ക് തന്ന അല്ലാഹു തആലക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു, ഞാൻ നന്ദി പറയുന്നു. മാ അർവഅഹ മാ അഹ്ലാഹ ലുഗതി അൽ അറബിയ്യ. മാ അർവഅഹ എത്ര അത്ഭുതകരമാണ്, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, എത്ര മനോഹരമാണിത്. മാ അർവഅ അത് ഒരു അത്ഭുതത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാണ്. എത്ര അത്ഭുതകരമാണ്. ഹാ എന്ന് പറഞ്ഞാൽ ഇത് അറബി ഭാഷയെക്കുറിച്ച് പറയാണ്. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. മാ അഹ്ലാഹ മാ അഹ്ല അതും ഒരു അത്ഭുതത്തോടു കൂടി പറയാണ്. എത്ര മധുരതരമാണ് അഥവാ എത്ര നല്ലതാണ്. ഹാ ഇത് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ലുഗതി അൽ അറബിയ എൻ്റെ അറബി ഭാഷ, മൈ അറബിക് ലാംഗ്വേജ് എൻ്റെ അറബി ഭാഷ എത്ര വണ്ടർഫുള്ളാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ്. അഹ്ല എന്നത് ഈ കവിതയിൽ മധുരതരം അല്ലെങ്കിൽ ഭംഗിയുള്ളത് എന്ന അർത്ഥത്തിൽ കൂടിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, മാ അജ്മല എത്ര മനോഹരമാണ്, മാ അഹ്ല എത്ര മധുരതരമാണ്, ലുഗതി അൽ അറബിയ എൻ്റെ അറബി ഭാഷ, എൻ്റെ അറബി ഭാഷ എത്ര മധുരതരമാണ്, എത്ര മനോഹരമാണ്. ഫത്ഹുൻ ലമ്മുൻ സുമ്മൽ ജർറു അഹ്ലൽ ഹറകാത്തി. ഫത്ഹുൻ ലമ്മുൻ അതൊക്കെ എന്താണെന്നറിയില്ലേ? നമുക്കറിയാം, ഫത്ഹ് ലൊമ്മ് നമുക്കറിയാം. പിന്നെ വേറൊന്നുകൂടി ഉണ്ടല്ലോ, കെസ്റ് അല്ലേ. സുമ്മ പിന്നെ അൽ ജർറു, കെസ്റ് എന്നതിന് പകരം ജറ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ജറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കെസറാണ്. ഈ കവിതയിൽ ജറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെസറാണ്. അപ്പോൾ ഫത്ഹ് ലൊമ്മ് കെസർ. അഹ്ല എത്ര മധുരതരമാണ് അഥവാ എത്ര മനോഹരമാണ്. അൽ ഹറക്കാത്ത് ഈ ഹർക്കത്തുകൾ. അപ്പോൾ ഫത്ഹ് ലൊമ്മ് കെസർ ഇതിനൊക്കെയാണല്ലോ നമ്മൾ ഹർക്കത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫത്ത് ലൊം ദെൻ കെസ്റ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡയാക്രിറ്റിക്സ്. അപ്പോൾ ഡയാക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹർക്കത്തുകൾക്കാണ് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്, ഡയാക്രിറ്റിക്സ്. അസ്വാത്തുൽ ലുഗത്തിൽ അറബിയ ജദാബത്തുൻ വ മുതനവ്വിഅത്തുൻ. അസ്വാത്ത് ശബ്ദങ്ങൾ, സൗണ്ടുകൾ. അൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയിലെ സൗണ്ടുകൾ. ജദാബത്തുൻ ആകർഷകമാണ്. വ മുതനവ്വിഅത്തുൻ വിവിധങ്ങളാണ്. ഹിയ അവ, അൽ ഫത്ഹു വല്ലമ്മത്തു വൽ കെസ്റത്തു ഇവയാണ് ഹർക്കത്തുകൾ. ഫൗഖ ഹുറൂഫി അർസുമുഹ അൽബത്തു കലിമാതി. ഫൗഖ മുകളിൽ, ഹുറൂഫി എൻ്റെ അക്ഷരങ്ങളുടെ, എന്നാൽ അറബിയിലുള്ള അക്ഷരങ്ങളുടെ മുകളിൽ, അർസുമു ഞാൻ വരക്കുന്നു, ഹ അവയെ, ഏതിനെ,
അക്ഷരങ്ങളുടെ മുകളിൽ നമ്മൾ എന്താ വരയ്ക്കുന്നത്? ഫത്ഹും ലമ്മും കസ്റും ഒക്കെ അല്ലേ? അവ ഞാൻ അക്ഷരങ്ങളുടെ മുകളിൽ വരക്കുന്നു. ഫൗക മുകളിൽ, ഹുറൂഫി എൻ്റെ അക്ഷരങ്ങളുടെ മുകളിൽ അഥവാ ഞാൻ എഴുതുന്ന അക്ഷരങ്ങളുടെ മുകളിൽ, അർസുമു ഞാൻ വരക്കുന്നു, ഹാ അവയെ എന്നാൽ ഹർക്കത്തുകളെ. അങ്ങനെ അൽബുത്തു ഞാൻ ക്രമീകരിക്കുന്നു, കലിമാത്തി എൻ്റെ വാക്കുകളെ. എബവ് മൈ ലെറ്റേഴ്സ് ഐ ഡ്രോ ദം ഞാൻ അവയെ വരക്കുന്നു. ആൻഡ് ഐ കറക്റ്റ്, അതായത് അൽബുത്തു ഞാൻ ശരിയാക്കുന്നു, ഞാൻ ക്രമീകരിക്കുന്നു, മൈ വേർഡ്സ് എൻ്റെ വാക്കുകളെ, കലിമാത്തി. അലഉ ഞാൻ വെക്കുന്നു, അൽ ഹറക്കാത്ത് ഹർക്കത്തുകൾ ഞാൻ വെക്കുന്നു, അലൽ അഹ്റുഫി അക്ഷരങ്ങളുടെ മുകളിൽ, ഹർഫ് അതിൻ്റെ ജമ്മാണ് അഹ്റുഫ് അക്ഷരങ്ങൾ, അക്ഷരങ്ങളുടെ മുകളിൽ ഞാൻ ഹർക്കത്തുകൾ വെക്കുന്നു. ലി ലബ്തി ക്രമീകരിക്കാൻ വേണ്ടി, അഷ്കാലിഹ അവയുടെ രൂപം, അവയുടെ രൂപം ക്രമീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത്? അത് ഈ ഹർക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അക്ഷരങ്ങളുടെ മുകളിൽ ഹർക്കത്തുകൾ വെക്കുന്നു. ബിൽ അസ്മാഇ വൽ അഫ്ആലി ലുഗതി ഗനിയ. ബിൽ അസ്മാഇ, അസ്മാ എന്നത് ഇസ്മ് എന്നതിൻ്റെ ജംആണ്. അറബിയിലെ ഇസ്മുകൾ അറിയാമല്ലോ, നൗണുകൾ. ബിൽ അസ്മാഇ വിത്ത് നൗൺസ്, നൗണുകൾ കൊണ്ട് അഥവാ ഇസ്മുകൾ കൊണ്ട്. വൽ അഫ്ആലി ഫിഅലി എന്നതിൻ്റെ ജംആണ് അഫ്ആൽ, വെർബുകൾ. ബിൽ അസ്മാഇ വൽ അഫ്ആലി വിത്ത് നൗൺസ് ആൻഡ് വെർബ്സ്, നൗണുകൾ കൊണ്ടും വെർബുകൾ കൊണ്ടും അഥവാ ഇസ്മുകൾ കൊണ്ടും ഫിഅലുകൾ കൊണ്ടും. ലുഗതി എൻ്റെ ഭാഷ അഥവാ എൻ്റെ അറബി ഭാഷ, മൈ ലാംഗ്വേജ്, മൈ അറബിക് ലാംഗ്വേജ്, ഗനിയത്തുൻ സമ്പന്നമാണ്, റിച്ച് ആണ്. മൈ ലാംഗ്വേജ് ഈസ് റിച്ച്. അറബി ഭാഷയിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, ഒരുപാട് ഫിഅലുകളുണ്ട്, പിന്നെ ഒരുപാട് ഹർഫുകളുണ്ട്, നമുക്കറിയാമല്ലോ അല്ലേ. അൽ അറബിയത്തു അറബി ഭാഷ, ലുഗത്തുൻ അതൊരു ഭാഷയാണ്, ഗനിയത്തുൻ സമ്പന്നമായ ഭാഷയാണ്, ബിൽ അസ്മാഇ ഇസ്മുകൾ കൊണ്ട്, വൽ അഫ്ആലി ഫിഅലുകൾ കൊണ്ട്, വൽ ഹുറൂഫി ഹർഫുകൾ കൊണ്ടും. അഥവാ അറബി ഭാഷയിൽ ഒരുപാട് ഇസ്മുകളും ഫിഅലുകളും ഹർഫുകളും ഉണ്ട്. അതാണ് ചുരുക്കം. ലുഗത്തുൽ ഇൽമി വൽ ആദാബി ലുഗതി അൽ അറബിയ. ലുഗത്തു ഭാഷ, അൽ ഇൽമി സയൻസിൻ്റെ ഭാഷ, അറബി ഭാഷ സയൻസിൻ്റെ ഭാഷയാണ്. വൽ ആദാബി ലിറ്ററേച്ചറിൻ്റെയും, ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ അറബി ഭാഷ ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഷയാണ്. ലുഗതി എൻ്റെ ഭാഷയായ അൽ അറബിയ മൈ അറബിക് ലാംഗ്വേജ്. മൈ അറബിക് ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. ഇനി അതിൻ്റെ വിശദീകരണം നോക്കാം. ഫിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയിലുണ്ട്, ജമീഅ് എല്ലാ, അൽ ഉലൂം ശാസ്ത്രങ്ങളും. ശാസ്ത്രങ്ങൾ എന്നോ വിജ്ഞാനങ്ങൾ എന്നോ ഒക്കെ പറയാം. ഇൽമ് എന്നതിൻ്റെ രണ്ടർത്ഥമുണ്ട്, നമുക്കറിയാമല്ലോ. വൽ ആദാബി സാഹിത്യങ്ങളുമുണ്ട്. ഹിയ മീറാസി മിൻ അജ്ദാദി ലുഗതി ലുഗത്തുല്ലാദ്. ഹിയ അത് അഥവാ അറബി ഭാഷ, മീറാസി എൻ്റെ പൈതൃകമാണ്, മൈ ഹെറിറ്റേജ്, മിൻ അജ്ദാദി ഫ്രം മൈ ആൻസസ്റ്റേഴ്സ് എൻ്റെ പൂർവികരിൽ നിന്ന്. ജദ്ദുൻ എന്നാൽ വല്യുപ്പ എന്നാണ്, അജ്ദാദ് വല്യുപ്പമാർ അഥവാ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ അല്ലേ വലിയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, ആൻസസ്റ്റേഴ്സ്, അവരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഹെറിറ്റേജാണത്, നമ്മുടെ പൈതൃകമാണത്. അവരിത് ഉപയോഗിച്ചു, പിന്നെ അവർക്ക് ശേഷമുള്ളവർ, ഇപ്പോൾ നമ്മളും ഈ ഭാഷ ഉപയോഗിക്കുന്നു. ഹിയ അത് അഥവാ അറബി ഭാഷ, മീറാസി എൻ്റെ പൈതൃകമാണ്, ദാറ്റ് ഈസ് മൈ ഹെറിറ്റേജ്, മിൻ അജ്ദാദി
ഫ്രം മൈ ആൻസസ്റ്റേഴ്സ്, എൻ്റെ പൂർവികരിൽ നിന്ന്, എൻ്റെ പിതാമഹന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പൈതൃക സ്വത്താണ് ഈ അറബി ഭാഷ. ലുഗതി, എൻ്റെ അറബി ഭാഷ അഥവാ എൻ്റെ ഭാഷ, മൈ ലാംഗ്വേജ്, അത് ലുഗത്തുല്ലാദി, ലാദിൻ്റെ ഭാഷയാണ്. അറബി ഭാഷയിൽ മാത്രമേ ലാദ് എന്ന അക്ഷരമുള്ളൂ. അതുകൊണ്ട് അറബി ഭാഷയെ ലുഗത്തുല്ലാദ്, ലാദിൻ്റെ ഭാഷ എന്ന് പറയുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അതാണ് ഇവിടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഹാദിഹി, ഇത്, അല്ലുഗത്തു, ഈ ഭാഷ, ഹിയ, അത്, അഥവാ ഈ അറബി ഭാഷ, അത്, മീറാസു, അത് പൈതൃകമായി കിട്ടിയതാണ്, ആബാഇന, നമ്മുടെ പൂർവപിതാക്കളുടെ, പൂർവികന്മാരിൽ നിന്ന് നമുക്ക് പൈതൃകമായി കിട്ടിയതാണ് ഈ ഭാഷ. ലുഗത്തിൽ ഫുസ്ഹ ദൗമൻ തബ്ഖ കൻസൻ ലിൽ അഹ്ഫാദി. ലുഗത്തി, എൻ്റെ ഭാഷ അഥവാ എൻ്റെ അറബി ഭാഷ, അൽ ഫുസ്ഹ, ഒഴുക്കുള്ള അഥവാ അനായാസകരമായ, ഫ്ലുവൻ്റായ, സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത. ഫുസ്ഹ എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. അൽ അറബിയ അൽ ഫുസ്ഹ എന്നാൽ ക്ലാസിക്കൽ അറബിക്, ഖുർആൻ്റെ അതേ ശൈലിയിലുള്ള അറബിക്, അങ്ങനെ അർത്ഥത്തിൽ അൽ അറബിയ അൽ ഫുസ്ഹ എന്ന് പറയാറുണ്ട്, ക്ലാസിക്കൽ അറബിക് എന്ന ശൈലിയിൽ എന്ന അർത്ഥത്തിൽ. ഇവിടെ അർത്ഥം സംസാരിക്കാൻ പ്രയാസമില്ലാത്ത, ഫ്ലുവൻ്റ് ആയ, അനായാസകരമായ എന്ന അർത്ഥത്തിലാണ്. സംസാരിക്കാൻ പ്രയാസമില്ലാത്ത എൻ്റെ അറബി ഭാഷ, ദൗമൻ, എപ്പോഴും, തബ്ഖ, നിലനിൽക്കും, മൈ ഫ്ലുവൻ്റ് അറബിക് ലാംഗ്വേജ് ഓൾവേസ് റിമൈൻസ്. ദൗമൻ, ഓൾവേസ്, എപ്പോഴും, തബ്ഖ, റിമൈൻസ്, അത് നിലനിൽക്കും. കൻസൻ, ഒരു നിധിയായിട്ട്, ആസ് എ ട്രഷർ, ലിൽ അഹ്ഫാദി, ഫോർ ദി ഗ്രാൻഡ് ചിൽഡ്രൻ, നമ്മുടെ പേരക്കുട്ടികൾക്ക്, ഇനി വരാൻ പോകുന്നവരാണല്ലോ നമ്മുടെ പേരക്കുട്ടികൾ, അവർക്ക് ഒരു നിധിയായിട്ട് ഈ സംസാരിക്കാൻ പ്രയാസമില്ലാത്ത അറബി ഭാഷ എന്നും നിലനിൽക്കും. അൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ, ഫസീഹത്തുൻ, അത് അനായാസകരമാണ്, അതായത് സംസാരിക്കാൻ പ്രയാസമില്ലാത്തതാണ്, ഒഴുക്കുള്ളതാണ്. വഹിയ, അത്, കൻസുൻ, അതൊരു നിധിയാണ്, ലിൽ അജിയാലി, തലമുറകൾക്ക്, അൽ ഖാദിമ, വരുന്ന, ഇനി വരുന്ന തലമുറകൾക്ക് അത് ഒരു നിധിയാണ്. മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഗത്തുൻ ഹയ്യ. മുതഅല്ലിഖത്തുൻ, അത് ഭംഗിയുള്ള ഭാഷയാണ്, ഭംഗിയുള്ള അഥവാ തിളക്കമാർന്ന, ഷൈനിങ്, ബ്രൈറ്റ്, ഗ്ലോയിങ്, ഗ്ലിറ്ററിങ്, അതുപോലെ ബ്രില്യൻറ്റ്, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് മുതഅല്ലിഖത്തുൻ, അഥവാ തിളക്കമാർന്ന അഥവാ ഭംഗിയുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. ഭംഗിയുള്ള ഭാഷയാണ് അറബി ഭാഷ. മുതതവ്വിറത്തുൻ, പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്ന ഭാഷയുമാണ്. എ ഇവോൾവിങ് ലാംഗ്വേജ്, പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്ന ഭാഷ, അഥവാ ലോകം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ, അതിനനുസരിച്ച് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. എ ഇവോൾവിങ് ലാംഗ്വേജ്. ഹിയ, അത്, അഥവാ അറബി ഭാഷ, ലുഗത്തുൻ, ഒരു ഭാഷയാണ്, ഹയ്യത്തുൻ, ജീവനുള്ള അഥവാ ജീവിക്കുന്ന ഭാഷയാണ്, ചത്തുപോയ ഭാഷയല്ല, അത് നല്ല ജീവസുറ്റ ഭാഷയാണ് അറബി ഭാഷ. ഇറ്റ് ഈസ് എ ലിവിങ് ലാംഗ്വേജ്. ഇനി ആശയം നോക്കാം. ഹിയ, അത്, അഥവാ അറബി ഭാഷ, ലുഗത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ഭാഷയാണ്. ജമീലത്തുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതഅല്ലിഖത്തുൻ, തിളക്കമാർന്ന, ഭംഗിയുള്ള എന്ന് നമ്മൾ പറഞ്ഞല്ലോ. തതവ്വറു, അത് പുരോഗമിക്കുന്നു, അറബി ഭാഷ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മഅ തഖദ്ദുമി, പുരോഗമിക്കുന്നതിനോടൊപ്പം, അൽ ആലം, ലോകം, ലോകം പുരോഗമിക്കുന്നതിനോടൊപ്പം അറബി ഭാഷയും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഫ, അപ്പോൾ, തബ്ഖ, അത് നിലനിൽക്കും, ഹയ്യത്തൻ, ജീവസുറ്റതായിട്ട് അഥവാ ജീവനോടെ അറബി ഭാഷ എന്നും നിലനിൽക്കും. ലോകം പുരോഗതി പ്രാപിക്കുമ്പോൾ അറബി ഭാഷയും പുരോഗതി പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ അറബി ഭാഷയ്ക്ക് പുരോഗതി വരുന്നില്ല എങ്കിൽ അറബി ഭാഷ മരിച്ചു പോകും. പക്ഷേ അറബി ഭാഷ അങ്ങനെയല്ല,
ലോകത്തോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. ഇനി അവസാന വരിയാണ്. ഈ വരി നേരത്തെ നമ്മൾ അർത്ഥം പറഞ്ഞ വരിയാണ്. മാ അർവഅഹ മാ അഹ്ലാഹ ലുഗതി അൽ അറബിയ. മാ അർവഅഹ, മാ അർവഅ എന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതകരമാണ്, ഹൗ വണ്ടർഫുൾ. മാ അർവഅ ഹ, ഹ എന്നാൽ ഇത്, ഈ അറബി ഭാഷ എത്ര എത്ര അത്ഭുതകരമാണ്. മാ അഹ്ലാഹ, എത്ര രസകരമാണത്, എത്ര മധുരതരമാണ്, എത്ര ബ്യൂട്ടി ഉള്ളതാണ്. ലുഗത്തി അൽ അറബിയ, എൻ്റെ അറബി ഭാഷ. മാ അജ്മല വമാ അഹ്ല ലുഗത്തി അൽ അറബിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലുള്ള മറ്റു വർക്കുകളെല്ലാം പരിശോധിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.